എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ചെങ്കണ്ണിലുള്ള ഒരാളെ നോക്കിയാൽ ആ അസുഖം നമുക്ക് പകരുമോന്ന്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില തൗഫീഖ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ചെങ്കണ്ണ് അഥവാ റെഡ് ഐ അക്യൂട്ട് കൺജക്റ്റിവൈറ്റിസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി ഒരു മിസ്കൺസെപ്റ്റ് ആണ്. ഒരിക്കലും ചെങ്കണ്ണിലുള്ള ഒരാളെ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് അസുഖം പകരില്ല. പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് പകരുന്നത്, നമ്മൾ അത് പകരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. റെഡ് ഐന്റെ കോസസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺലി കണ്ടുവരുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. നമുക്ക് ഈ ജലദോഷം ഒക്കെ വരുന്ന പോലെ തന്നെ നമുക്ക് കണ്ണിന് ഈ പറയുന്ന അഡിനോ വൈറസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് വൈറൽ കൺജക്റ്റിവൈറ്റിസ് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അതുപോലെ ചില ആളുകൾക്ക് വല്ല ഡസ്റ്റ് അലർജി, അങ്ങനെ അലർജി കാരണം നമുക്ക് ഈ കൺജക്റ്റിവൈറ്റിസ് വരാം. ഓറൽസ് എനി ഫോറിൻ ബോഡി, അങ്ങനെ ബേസിക്കലി പറയുകയാണെങ്കിൽ 4 കാരണങ്ങളാണ് മോസ്റ്റ്ലി കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ നമുക്ക് ഈ ചെങ്കണ്ണ് അല്ലെങ്കിൽ ഈ വൈറൽ കൺജക്റ്റിവൈറ്റിസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചൂട് കാലത്തായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മഴക്കാലത്ത് റെയിനി സീസൺ, ഇൻസ്പൈറ്റ് ഓഫ് എനി സീസൺ നമുക്ക് ഈ ഒരു ചെങ്കണ്ണ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് യൂഷ്വലി ഒരു 1 to 2 വീക്സിനുള്ളിൽ തന്നെ എല്ലാവർക്കും റിക്കവർ ആവുന്നതാണ്. നമുക്കൊരു സാധാ വൈറൽ ഫീവർ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ചെങ്കണ്ണ് ഒരാഴ്ചയ്ക്കുള്ളിൽ മാറുന്നതാണ്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മുടെ വിരലുകളോ കൈയോ ഒരു കാരണവശാലും ഡയറക്റ്റ് കണ്ണിൽ തൊടാതിരിക്കുക. ആ കണ്ണിൽ തൊട്ട കൈ കൊണ്ട് നമ്മൾ മറ്റ് പതിലങ്ങളിൽ, അതുപോലെ ടേബിള്, നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ്, പാത്രങ്ങൾ, നമ്മളുടെ ടവല്, നമ്മുടെ ഹാൻഡ് കർച്ചീഫ്, അതൊന്നും മറ്റൊരാൾ യൂസ് ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കൈ പ്രോപ്പർലി ഹൈജീനിക് ആവുക. നമ്മൾ എപ്പോഴും കൈയും മുഖം കഴുകുന്നത് എപ്പോഴും തണുത്ത വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ഒരു കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുക, ഗൂഗിൾസ് യൂസ് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ കണ്ണിൽ മറ്റു പദാർത്ഥങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടികളൊന്നും കയറില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ കണ്ണിൽ തൊടാനുള്ള ആ ടെൻഡൻസി അതും കുറയും. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും നല്ലപോലെ വെള്ളം കുടിക്കുക. TV, ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കുക. പുറത്ത് ട്രാവൽ ചെയ്യുന്നത് കുറയ്ക്കുക. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക. പിന്നെ നമ്മൾ വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുക. നമ്മുടെ ഫേസിൽ ഒരു T സോൺ എന്നുണ്ട്. T സോൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. T എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ്, മൂക്ക്, വായപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കൈ കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിൽ തൊടാതിരിക്കുക. ഈ കണ്ണിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഓൾറെഡി ഒരു കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത കണ്ണിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ണിൽ തൊട്ടിട്ട് അടുത്ത് എവിടെയെങ്കിലും വല്ല പദാർത്ഥങ്ങളിലോ, ഒരു ബാഗ്, പെന്ന്, പെൻസിൽ, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പേന, പെൻസിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഷെയ്ക്കാനൊക്കെ കൊടുക്കുന്നത് വളരെ അവോയ്ഡ് ചെയ്യുക. ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ അടുത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇത് പാസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഒരു ജലദോഷപ്പനി വന്നു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും വരുന്ന പോലെ തന്നെയാണ് പകരുന്നത്. കാരണം ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണല്ലോ, ഇങ്ങനെ തന്നെയാണ് ഇത് പകരുക. അല്ലാതെ ഒരിക്കലും കണ്ണിലേക്ക് നോക്കിയെന്ന് കരുതി പകരുകയൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക. ചെങ്കണ്ണിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ആ പേരിലുള്ള പോലെ തന്നെ കണ്ണ് കുറച്ച് ചുമന്നിരിക്കും. അതുപോലെ തന്നെ കണ്ണിന് ചൊറിച്ചില്, കണ്ണിന്റെ സൈഡുകളിലെ ആംഗിളിലൊക്കെ നമുക്ക് ഈ പീള കെട്ടിയിട്ട് കാണാൻ പറ്റും. കണ്ണില് ഭയങ്കര വെള്ളം വരിക, ഡിസ്ചാർജ് വരിക, കണ്ണിന് ഭയങ്കര ടേഴ്സ് പോലെയൊക്കെ തോന്നും. അതുപോലെ നമുക്ക് ലൈറ്റിലേക്ക് നോക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരിക. ചില ആളുകൾക്ക് പനി, ജലദോഷം, അതൊക്കെ അതിന്റെ കൂടെ കാണാൻ പറ്റും. നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എന്ത് അസുഖം വന്നാലും ഡോക്ടറെ മീറ്റ് ചെയ്യാതെ നേരിട്ട് ഫാർമസികളിൽ, മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് മെഡിസിൻ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലത്തെ കൺജക്റ്റിവൈറ്റിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ വാങ്ങാൻ പാടില്ല. സോ എത്രയും നല്ലത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു തരുന്ന മെഡിസിൻസ് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.